Diego conmigo se va. Sus ojos son míos, eso no va a cambiar. Me quiere a mí, no importará demás. No, 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 no. Diego conmigo se va. Sus ojos son míos, eso no va a cambiar. Me quiere a mí, no importará demás. No, 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 no. എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ? ഓ, നീയായിരുന്നോ? ഞാനോടത്ത് വേറെ ആരുണ്ടാവുന്ന. ഇവനേതാ? ഇവിടുന്ന് കണ്ടില്ലല്ലോ. അതെങ്ങനെ ചെറിയേട്ടാ, അവൻ ഇപ്പഴല്ലേ വന്നേ? അതല്ല, ഇവനെന്താ ഇവിടെ എന്നാ ചോദിച്ചത്. ആ ചെറിയേട്ടാ, എന്റെ പേര് മനു. ഞാനിവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്തത്. മനു, നൈസ് നെയിം. പിന്നെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇവനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പറയുന്ന കേട്ടതൊന്നും ഇവൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. അത് പിന്നെ ഏട്ടന്റെ അനിയൻ, അപ്പൊ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. മനു, ഇവന്മാരിങ്ങനെ എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും. നീ അതൊന്നും ഒരു കാര്യമാക്കണ്ട. പിന്നെ നിന്റെ ജോബ് എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ കൂടി ചെല്ലും. ഓക്കെ? പിന്നെ സ്റ്റീഫിന്റെ കാര്യം എന്തായി? സ്റ്റീഫിന്റെ കാര്യമൊന്നും എന്നോട് വെച്ചിട്ടൊരു കാര്യമില്ല. അതിന്റെ ഫുൾ ഡീലിങ്സ് ജയിക്ക. എന്റെ പൊന്നു മോനെ, ആ ജീവനെങ്കിലും ബാക്കി വെച്ചിരുന്നു കേട്ടല്ലോ. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ശരി ശരി, നിന്റെ കാര്യം ഇതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? മനു. മനു കൃഷ്ണ. മനു കൃഷ്ണ. നിന്നെ കണ്ടിട്ടൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. പിന്നെ നിനക്ക് ദർശനം എങ്ങനെ അറിയാം? അത് പിന്നെ ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സ് ആയിരുന്നു, അങ്ങനെ അറിയാം. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. സത്യം പറടാ, നീ എന്റെ പാത്തില് കഞ്ഞിയിടാൻ വന്നല്ലേ? എന്തോന്ന്? ഐ മീൻ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നല്ലടാ. ജെറിച്ചായോ? ജെറിച്ചായനെ ദർശനം വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലും. ശരി ശരി, ഞാനങ്ങ് പോയേക്കാം. താണിത് ഇങ്ങനെ വരേണ്ട ആവശ്യം കേട്ടോ. ജെറിച്ചേട്ടൻ അങ്ങനെയാ, ആള് പുറത്തിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. സ്കൂളിൽ പഞ്ചപാവ. പിന്നെ തന്റെ പേര് മനു എന്നല്ലേ പറഞ്ഞേ? എന്റെ പേര് ധ്രുവ. അറിയാം, നിങ്ങളെല്ലാം പറ്റി ദർശനോട് കുറെ പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഞങ്ങളെ കുറിച്ച് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏട്ടൻ വന്നോ? ഏട്ടൻ ഫ്രഷ് ആയിട്ട് താഴോട്ട് വാ, ഞാൻ അപ്പത്തേനും ഫുഡ് എടുത്ത് വെക്കാം. അപ്പോ ഒന്നുകൂടെ നിന്നേ. ഇന്ന് നമ്മുടെ ഓഫീസിൽ പുതിയതായിട്ടൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട്. ഏട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഏട്ടാ, നമുക്കിതൊക്കെ വേണോ? അപ്പോ നീ ഒന്നും കൊണ്ട് ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നീ അല്ലേ ഇപ്പോഴും എല്ലാരെക്കാളും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നേ, എന്നിട്ടും തെറ്റി? ഏട്ടാ, അതൊക്കെ ശരിയാ. ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കാരണം നിങ്ങളെല്ലാരുവാ. പക്ഷെ അപ്പോ നിന്റെ ടെൻഷൻ മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ ഒന്നും കൊണ്ട് ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ 4 പേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് നീ വെറുതെ ഓവർ തിങ്ക് ചെയ്യണ്ട. വന്നോ എന്റെ പൊന്നിച്ചായ? പോയി വല്ല കുളിച്ച് കഴിച്ചിട്ട് വന്ന് കിടക്ക്. ആരാണ് വന്നു തുടങ്ങി കിടക്കാണോ? ആമി പ്ലീസ്, 5 മിനിറ്റ് ഞാൻ കിടന്നിട്ട് പെട്ടെന്ന് കുളിക്കാം. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. വേഗം പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഈ ചായ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. വേഗം പോയി കുളിക്കാൻ നോക്ക്. ശരി, ഞാൻ പോവാം. പക്ഷെ നീയും വാ. അതൊന്നും പറ്റില്ല. ഇച്ചാണ്ട് കുളിച്ചിട്ട് വാ. ഞാനിപ്പോ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. എന്റെ പെണ്ണെ, മര്യാദക്കണ്ട മര്യാദക്ക്. അറിയുണ്ടല്ലോ, ഈ നേരാവണം ഇങ്ങനെ നടക്കില്ല കേട്ടല്ലോ.
രാവിലെ നിങ്ങൾ എന്തോ പറഞ്ഞേ? ഞാനെന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആവു, സത്യമായിട്ട് എനിക്കറിയത്തില്ല. നീ എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറ. അല്ല, ചെറിയേട്ടനോട് നിങ്ങൾ ചോദിക്കുന്ന കേട്ടല്ലോ ഈ നൈറ്റ് എന്താ പരിപാടിയെന്ന്. അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചേ? ഓ, അതായിരുന്നു. അത് ഏടൻ ചോദിച്ചാൽ ബാക്കി ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ബാക്കിയായിട്ട് ചോദിക്കാൻ പറ്റിയ കാര്യമാണല്ലോ ചോദിച്ചത്. എന്റെ പൊന്നാവൂ, ഇതൊന്നും ഞാൻ മനസ്സിൽ പോയി വിചാരിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെല്ലാം കൂടെ അവിടെ നിന്ന് ഓരോ ചിന്തിച്ചത്. അല്ല, ഒന്നവിടെ നിന്നേ. പിന്നെ എന്റെ ഭാര്യ കുറച്ച് കലിപ്പിലാണെന്ന് തോന്നല്ലോ. ഓ, ഞാൻ അത്ര വലിയ കലിപ്പിലൊന്നുമല്ലേ. സാറ് പോയി ഞാൻ കുളിക്കാം. അതൊക്കെ ഞാൻ കുളിച്ചോളാം. ശരി, പറ. സൗകര്യമില്ല. ഇനി അങ്ങോട്ട് പറയണ വേണ്ടെന്നൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ. ആവൂ, അങ്ങനൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഇച്ചയ, ഇവിടെ കിടന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് വാ. ഓ, അപ്പൊ ഞാൻ എന്റെ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലേ? ശരി, ആയിക്കോട്ടെ. ഇനി ഞാൻ ചോദിക്കുന്നില്ല, നീ അവിടെ തരുകയും വേണ്ട. ഓക്കെ? അന്നാട് തന്നെ. എന്താ മതിയോ? ഇല്ലാന്ന് പറഞ്ഞ ഒന്നും കൂടെ തരൂ. അമ്പടം മോനെ, അതെ ഞാൻ മനസ്സിലാച്ചാൽ മതി. പോയി ഫ്രഷ് ആ നോക്ക്. നിന്നെ ഞാൻ എടുത്തോളാം. मैंने खुद को तुझ में तुझको मुझ में कर दिया इशारा मैं था अधूरा पाके तुझको हो गया हूँ काबिल मैंने खुद को तुझ में तुझको मुझ में कर दिया इशारा ആ, ചേച്ചിമാർ ഇവിടെ ഇരിക്കണം. അല്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാനോട്ട് ഞാൻ മാത്രം അറിയാതെന്ന്. നീ മനുഷ്യനെ ടെൻഷൻ എടുപ്പിച്ചിട്ട് കാര്യം പറ. എന്താ കാര്യം? വേറൊന്നുമല്ല, നമ്മുടെ അച്ഛന് ഒരു കല്യാണാലോചന. എന്നിട്ട് ഈ കല്യാണം മുറിക്കാണോ അല്ലേ? ആ അതെ. എങ്ങനെ മനസ്സിലായി? അതല്ലേ അവള് 2-3 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ മനസ്സിലായി. ആണോ? എന്നിട്ട് പപ്പ ഒന്നും പറഞ്ഞില്ല നമ്മളോട്? ആ, അത് പപ്പയെ പിന്നെ വിളിച്ച് പറഞ്ഞു. പപ്പയ്ക്ക് നേരത്തെ അറിയായിരുന്നു അവള് കല്യാണം മുടക്കുന്നു. അപ്പൊ മുടങ്ങിയിട്ട് പറയാൻ നിർത്തുന്നു പറഞ്ഞു. ആഹാ, എന്തിനല്ലപ്പൻ സ്വന്തം മോളുടെ കല്യാണം മുടങ്ങിയിട്ട് പറഞ്ഞിരിക്കണോ? എനിക്ക് തോന്നുന്നു അവർക്ക് ഇനി ആരെങ്കിലും റിലേഷൻഷിപ്പ് വല്ലതും കാണോ? അതാണോ ഈ കല്യാണം എല്ലാം മുടക്കുന്നത്? ഏയ്, എനിക്ക് തോന്നില്ല. അവള് നമ്മളോട് പറയേണ്ട റിലേഷൻഷിപ്പ് ഒക്കെ കഴിയുമ്പം അതും ശരിയാ. പക്ഷെ അവളെങ്ങനെ പിന്നെ കല്യാണം മുടക്കുന്നേ? അതൊക്കെ ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അവൾ ഈ ഇടയ്ക്കൊന്നും കിട്ടുന്നു എനിക്ക് തോന്നില്ല. ഞാനൊരു കാര്യം പറട്ടെ, നമ്മുടെ ജയിക്കിന് വേണ്ടിട്ട് അവളെ ആലോചിക്കുന്നതില് എന്താ നിങ്ങളുടെ അഭിപ്രായം? ചേച്ചി, അതൊക്കെ ശരിയാ. പക്ഷെ എനിക്ക് തോന്നില്ല ഏട്ടൻ ഇതിനെ സമ്മതിക്കുമല്ലോ. ചേച്ചി, ആവു പറയുന്നതിലും കാര്യമുണ്ട്. അച്ചു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാ. പക്ഷെ ഈ ഒരു കാര്യം അവരുടെ ലൈഫല്ലേ, അവരുടെ ഡിസിഷൻ എടുക്കേണ്ടത്. എന്താ ചേട്ടാ, എന്തോ വലിയ ആലോചന തോന്നല്ലോ. ഇന്നലെ നമ്മുടെ ഓഫീസിൽ പുതിയതായിട്ട് ജോയിൻ ആയിട്ടേ മനു, അവന്റെ കാര്യം ആലോചിക്കുന്നേ. മനുവിനെ കുറിച്ച് എന്താ ഇത്ര ആലോചിക്കാൻ? ആ, എനിക്ക് എന്തെന്നറിയില്ല, അവനെ കണ്ടിട്ടെ എന്തോ ഒരു പന്തികെട്ടുള്ള പോലെ. എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്പനിയിൽ ഒരു സ്റ്റാഫായിട്ട് കയറാൻ മാത്രം. അതിനവൻ സ്റ്റാഫ് അല്ലല്ലോ. അല്ല, അപ്പൊ പിന്നെ അവൻ എന്ത് ജോലി ഇവിടെ ചെയ്യുന്നേ? അവനെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായിട്ടല്ല, നമ്മുടെ ഹാക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടാണ്. വാട്ട്? അപ്പോ ഹാക്കറാണോ? വെറുതെ അല്ല, എനിക്കും ചെറുതായിട്ട് ഡൗട്ട് അടിച്ചായിരുന്നു. പിന്നെ ദർശയായിട്ട് എന്ത് ചെയ്താലും അതിന്റെ പേരിൽ എന്തെങ്കിലും കാണുമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ജേക്ക്, താൻ ഇവിടെ നിൽക്കണോ? ഇപ്പൊ ദർശ വരും, നമുക്ക് എല്ലാവർക്കും കൂടെ
സ്റ്റീഫനെ കാണാൻ പോണം. ഡോക്ടർ അലീന, ഒരു എമർജൻസി കേസ് ഉണ്ട്, ഒന്ന് വേഗം വരുമോ? ഇത് ആക്സിഡന്റ് കേസ് എന്നല്ലേ പറഞ്ഞു? പേഷ്യന്റിന്റെ ഏതെങ്കിലും റിലേറ്റീവ്സ് പുറത്തുണ്ടോ? ഇല്ല ഡോക്ടർ, റിലേറ്റീവ്സ് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ആക്സിഡന്റ് കേസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജെഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CEO വന്നേക്കുന്നത്. ജെഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസോ? ആരാ വന്നെ? ജേക്ക് എബ്രഹാം സാർ വന്നേക്കുന്നത്. ജേക്ക്, താനെന്താ ഇവിടെ? ഇയാളിന് ചെറിയ പരിചയമുണ്ട്. പിന്നെ ഇന്നൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതാ, അത്രേ ഉള്ളൂ. ഇതൊരു ആക്സിഡന്റ് കേസാണോ? അതെ, ആക്സിഡന്റ് ആണ്. എന്താ ഡോക്ടർ? അയാളുടെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോ ഇതൊരു ആക്സിഡന്റ് എന്ന് എനിക്ക് തോന്നില്ല. ആരൊക്കെ ചേർത്ത് മർദ്ദിച്ചായിട്ടുള്ള മുറിവുകളും കഥകളും എല്ലാ ശരീരത്തുണ്ട്. സോ ഇതൊരു ആക്സിഡന്റ് ആണെന്ന് കൺഫേം ചെയ്യാനായിട്ടില്ല. ദർശിതുണ്ടോ? ഏട്ടൻ റൂമിലുണ്ട്. നിങ്ങളാരാ? എന്റെ പേര് മനു. ഇന്നലെ ഞാൻ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. മനു അല്ലേ? ഇച്ചായൻ പറഞ്ഞിരുന്നു വരുമെന്ന്. ഓ, അപ്പോ താനാണല്ലേ മിസ്സസ് ദർശിത്? അതെല്ലോ, എങ്ങനെ മനസ്സിലായി? ഏയ്, അത് തന്റെ സംസാരം കേട്ടപ്പോ തന്നെ തോന്നി താൻ ദർശിത്തിന്റെ വൈഫായിരിക്കുന്നു. അല്ല, അപ്പോ ഇവരാരൊക്കെയാ? ആ, ഇത് ഇവ, നമ്മുടെ ജെറിയുടെ വൈഫ്. അത് ആൻലിയ, ധ്രുവയുടെ വൈഫ്. ഓ, അപ്പോ ജേക്കിന്റെ വൈഫ് എന്തി? ഇച്ചായൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അല്ല, ജേക്കിനെക്കാളും ഒരു വയസ്സിന് ഇളയതല്ലേ ധ്രുവ? അപ്പൊ ധ്രുവയുടെ കല്യാണം കഴിഞ്ഞല്ലോ, പിന്നെ ജേക്കിന്റെ കല്യാണം കഴിക്കാതെ? അതറിയാമെങ്കിൽ ഞങ്ങൾ എപ്പോഴും കല്യാണം കഴിച്ചേ. അത് ഞങ്ങൾക്ക് പോലും അറിയില്ല. എന്താ പപ്പ? മോളെ, പപ്പയ്ക്ക് US-ലൊരു മീറ്റിംഗ് ഉണ്ട്, നമ്മുടെ പുതിയൊരു പ്രൊജക്ടിന്റെ കാര്യമായിട്ടാണ്. അപ്പോ 1 മാസം എടുക്കും. അപ്പം മമ്മിയും വരുന്നുണ്ട് കൂടുതൽ. അപ്പൊ മോള് അതിനെന്താ, പോയിട്ട് വാ. മോളെ, നീ ഇവിടെ ഒറ്റയ്ക്കാണെങ്കിലും നിന്റെ കാര്യങ്ങളെല്ലാം നല്ലോണം നോക്കും, ഞങ്ങൾക്കറിയാം. പക്ഷേ നീ ഇവിടെ, ഞങ്ങൾ അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ശരി, പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? മോള് 1 മാസത്തേക്ക് ചേച്ചിമാരോട് പോയിക്ക്. അവിടെയോ? മമ്മി, അതെന്തിനാ? ഞാൻ ഇവിടെ വന്നോളാം. മോളെ, എടാ, നീ ആ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അവിടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടല്ലോ എന്റെ കൂട്ടത്തില്. ഞാൻ ദർശനം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ തന്നെ പറഞ്ഞു നിങ്ങളുടെ കൂടെ ചെന്നോളെ. അല്ല, നിന്നെ ഏതോ ചെറുക്കൻ കാണാൻ വന്നെന്നൊക്കെ പറഞ്ഞിടല്ലോ, അതൊക്കെ ശരിയാണോ? ആ, വന്നു. പേര് വരും. ആളൊരു ഡോക്ടർ. അത് കൊള്ളാലോ. എന്നിട്ട് നീ എന്താ വേണമെന്ന് പറഞ്ഞേ? ഏയ്, അതൊന്നും ശരിയാവില്ല. ഞാനപ്പോ തന്നെ കാര്യം പറഞ്ഞു, പുള്ളിക്കത് മനസ്സിലായി. അല്ല, നിങ്ങൾ മാത്രമല്ലോ? ഇച്ഛായ വേണ്ടേ? ഓഫീസിൽ പോയോ? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെയുണ്ട്.
നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പൊ തന്നെ വന്നത് എന്റെ ജെറിച്ചായനെ കാണാനല്ലേ? ജനിച്ചായോ അതിലൊന്നും വിശ്വസിക്കരുത്. അവളെ നൈസായിട്ട് ഏട്ടനെ സോപ്പിടുക. ഏയ് അങ്ങനൊന്നുമില്ല. പിന്നെ നിങ്ങളെ കാണാനുണ്ട്, പിന്നെ ഞാൻ ആരെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്? ഓ നമ്മളില്ലേ, നിങ്ങൾ എന്താന്ന് വെച്ചായിക്കോ. ആ അച്ചു വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ആ യാത്ര ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഏട്ടാ, ഇത് മനുവിന് കൊടുക്കാനുള്ള ഫയലാണ്.